ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബയോകെമിസ്ട്രിയിലെ വൈറ്റമിൻ എ എന്ന ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. സോ എല്ലാ വൈറ്റമിൻസിലും വെച്ച് നോക്കുമ്പോൾ വൈറ്റമിൻ എ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. കൂടാതെ അത് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ എക്സാംസിനൊക്കെ ചോദിച്ചു വരുന്നതാണ്. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ബോഡിയിലുള്ള എല്ലാ വൈറ്റമിൻസും നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ട് ഇരിക്കുന്നത്. ഒന്ന് ഫാറ്റ് സോലുബിൾ വൈറ്റമിനും രണ്ടാമത്തേത് വാട്ടർ സോലുബിൾ വൈറ്റമിനും. സോ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ഏതൊക്കെയാണ്? വൈറ്റമിൻ എ, ഡി, ഇ ആൻഡ് കെ. ആൻഡ് ഫാറ്റ് സോലുബിൾ വൈറ്റമിനാണ് വൈറ്റമിൻ ബി കോംപ്ലക്സ് ആൻഡ് വൈറ്റമിൻ സി. സോ വൈറ്റമിൻ എ ഈസ് എ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ. സോ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആയതുകൊണ്ട് നമുക്ക് ബോഡിയിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ആൻഡ് അത് ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നതിന് പൊതുവെ പുറമെ നമുക്ക് എന്തെന്നൊക്കെ ഇത് കിട്ടുന്നത്? ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ സോഴ്സസ് ഓഫ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ നമ്മുടെ ഫുഡിൽ നമുക്ക് രണ്ട് ഡയറ്റിൽ നിന്ന് കിട്ടും. ആനിമൽ സോഴ്സിൽ നിന്നും കിട്ടും, വെജിറ്റബിൾ സോഴ്സസ് നിന്നും കിട്ടും. ആനിമൽ സോഴ്സസ് ഇൻക്ലൂഡ്സ് മിൽക്ക്, ബട്ടർ, ക്രീം, ചീസ്. ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ നമുക്ക് വൈറ്റമിൻ എ കിട്ടും. ആൻഡ് വെജിറ്റബിൾ സോഴ്സസ് മെയിനായിട്ട് നമുക്ക് ഓറഞ്ചിഷ്, ഈ റെഡ് ഓറഞ്ച് കളറിൽ നമുക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമുക്ക് പെട്ടെന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കാം. ക്യാരറ്റ്, പപ്പായ, മാംഗോ, ഇത് പംകിൻ, ഇതിലൊക്കെ നമുക്ക് പംകിൻ, ആൻഡ് ഓൾസോ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നമുക്ക് വൈറ്റമിൻ എ കിട്ടും. സോ ഓവർ ടു ദ ഫീച്ചേഴ്സ് ഓഫ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ ഈസ് എ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ. ആൻഡ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് വൈറ്റമിൻ എ ആയിട്ട് തന്നെയാണോ ഈ പറയുന്ന സോഴ്സസിലൊക്കെ കാണുന്നത്? നോ. സോ വൈറ്റമിൻ എ അല്ലെങ്കിൽ പ്രോ വൈറ്റമിൻ ഫോം ഓഫ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് ബീറ്റ കരോട്ടിനാണ്. ബീറ്റ കരോട്ടിനാണ് പ്രോ വൈറ്റമിൻ ഫോം. എന്ന് വെച്ചാൽ ഒരു മോളിക്യൂൾ ബീറ്റ കരോട്ടിൻ എന്ന് പറഞ്ഞാൽ രണ്ട് അയണോൺ റിംഗ് കണക്റ്റഡ് ബൈ എ ബ്രാഞ്ച് വിത്ത് മെനി ഡബിൾ ബോൺസ്. സോ സ്ട്രക്ചറൊന്നും നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സോ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു ബീറ്റ കരോട്ടിൻ നമ്മൾ തിയററ്റിക്കലി ആണ് ഒരു മോളിക്യൂൾ ഓഫ് ബീറ്റ കരോട്ടീന്ന് നമുക്ക് 2 മോളിക്യൂൾ വൈറ്റമിൻ എ കിട്ടും. പക്ഷേ നമ്മുടെ ബയോളജിക്കൽ സിസ്റ്റത്തിൽ ഒരു മോളിക്യൂൾ വൈറ്റമിൻ ബീറ്റ കരോട്ടീന്ന് ഒരു മോളിക്യൂൾ വൈറ്റമിൻ എ കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഒരു ബീറ്റ കരോട്ടീൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നോട്ട് ഇൻടാക്ട്. ഇങ്ങനെയൊരു സ്ട്രക്ചറാണ് വിത്ത് ഡബിൾ ബോണ്ട് ഇൻ ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട്. സോ നമ്മൾ ഇതിന്ന് ഹൈഡ്രോളൈസ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓക്സിഡേസ് എന്ന് പറയും, ഓക്സിജനേസ് എൻസൈമൊക്കെ എന്ന് പറഞ്ഞ എൻസൈം വെച്ചിട്ട് നമ്മളിതിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇത് നമുക്ക് റെറ്റിനാൽ തരും. എന്ന് വെച്ചാൽ CHO ഗ്രൂപ്പുള്ള ഇങ്ങനെയുള്ള 2 മോളിക്യൂൾ തരുന്നതാണ് തിയററ്റിക്കലി നമ്മൾ പറയാം. പക്ഷെ ബയോളജിക്കലി നമുക്ക് ഓൺലി ഒരു മോളിക്യൂളേ കിട്ടുള്ളൂ. ആൻഡ് മോസ്റ്റ് കോമൺ ആയിട്ട് കിട്ടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ A1. വൈറ്റമിൻ A1 which is all trans variety of retinal. ഇവിടെ കുറേ ഈ ബ്രാഞ്ചിന് കുറേ ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് പറയില്ല. അപ്പോൾ അതിലൊക്കെ ഓൾ ട്രാൻസ് വെറൈറ്റി ഓഫ് റെറ്റിനാലാണ്. റെറ്റിനാൽ എന്ന് പറയുന്നത് ഇവിടെ CHO വരുന്നുണ്ട്. സോ ഓൾ ട്രാൻസ് വെറൈറ്റി ആണ് വൈറ്റമിൻ A1. എന്നാൽ 11 സിസ് റെറ്റിനാലാണ് വൈറ്റമിൻ A2. സോ
all the compounds with vitamin A activity are referred to as retinoids. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബീറ്റ കരോട്ടിൻ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റെറ്റിനാലും പിന്നെ അതിനെ റെഡ്യൂസ് ചെയ്ത് കിട്ടുന്ന റെറ്റിനോളും ഓക്സിഡൈസ് ചെയ്ത് കിട്ടുന്ന റെറ്റിനോയിക് ആസിഡും ഒക്കെ വൈറ്റമിൻ എ ആക്ടിവിറ്റി കാണിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിനൊക്കെ നമ്മൾ വൈറ്റമിൻ എ ആക്ടിവിറ്റി കാണിക്കുന്ന എല്ലാ കോമ്പൗണ്ട്സും റെറ്റിനോയിഡ്സ് ആണ്. അതായത് റെറ്റിനോളാണ് വൈറ്റമിൻ എ ഓക്സിഡ്, വൈറ്റമിൻ എ ആൽക്കഹോള്, റെറ്റിനാൽ വൈറ്റമിൻ എ ആൽഡിഹൈഡ്, റെറ്റിനോയിക് ആസിഡ് വൈറ്റമിൻ എ ആസിഡ്. ഇതൊക്കെ വൈറ്റമിൻ എൻ്റെ ഡിഫറെൻറ്റ് ഫോംസാണ്, അങ്ങനെ ആലോചിക്കാം. സോ റെറ്റിനോൾ അല്ലെങ്കിൽ റെറ്റിനാൽ, ബീറ്റ കരോട്ടീന് കിട്ടുന്ന റെറ്റിനാൽ, അത് റെറ്റിനോൾ ആക്കുന്നത് റെറ്റിനാൽ റിഡക്റ്റേസ് വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് എ റിവേഴ്സിബിൾ പ്രോസസ്സ്. എന്നാൽ റെറ്റിനാൽ ഓക്സിഡൈസ് ചെയ്യുന്ന റെറ്റിനോയിക് ആസിഡ് വെച്ചിട്ടാണ്, എന്ന് വെച്ചാൽ ടിഷ്യൂസിൻ്റെ ഉള്ളിലൊക്കെ. അത് ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. സോ നമുക്ക് അബ്സോർപ്ഷനിലേക്ക് നോക്കാം. ജസ്റ്റ് ബീറ്റ കരോട്ടീനാണ് നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്ന പ്രോ വൈറ്റമിൻ ഫോം. അത് ഡൈഓക്സിജനേസ് വെച്ചിട്ട് റെറ്റിനാലാക്കും. ഈ റെറ്റിനാൽ റിഡക്റ്റേസ് വെച്ച് റെറ്റിനോളാവും. ഇത് മ്യൂക്കോസൽ നമ്മുടെ GIT-യിലുള്ള മ്യൂക്കോസൽ എൻസൈമാണ്. ഇത് റെറ്റിനാൽ റിഡക്റ്റേസ് റെറ്റിനാലിനെ റെറ്റിനോളാക്കും. ആ റെറ്റിനോളാണ് മ്യൂക്കോസൽ സെല്ലിലേക്ക് എൻ്റർ ചെയ്യുക. മ്യൂക്കോസൽ സെല്ലിൽ അപ്പോൾ റെറ്റിനോൾ എത്തി. അപ്പം ഇതിന് ഇനി ബ്ലഡിലേക്ക് ഡയറക്റ്റ് അല്ലെങ്കിൽ റെറ്റിനോളായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. സോ അത് നമ്മൾ കൈലോ മൈക്രോണിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് പുറത്തോട്ട് വിടുക. അതായത് ബാക്കിയുള്ള ഫാറ്റി ആസിഡ്സ്, കൊളസ്ട്രോള്, അതൊക്കെ നമ്മൾ മ്യൂക്കോസയിൽ നിന്ന് ലിവറിലേക്ക് എത്തുന്ന കൈലോ മൈക്രോൺ വഴിയാണല്ലോ. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസായ വൈറ്റമിൻ എയും അബ്സോർബ് ചെയ്യുന്നത്. സോ കൈലോ മൈക്രോണായിട്ട് എസ്റ്ററിഫൈ ചെയ്യും, ഫാറ്റി ആസിഡായിട്ട് എസ്റ്ററിഫൈ ചെയ്തിട്ട് കൈലോ മൈക്രോണിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യും. അത് പിന്നെ ബ്ലഡിലൂടെ എവിടെ എത്തും? ലിവറിലെത്തും. അപ്പോൾ ലിവറിൽ അത് സ്റ്റോർ ചെയ്യുന്നത് ഈ റെറ്റിനോൾ ചെന്ന് ലിവറിൽ റിലീസ് ചെയ്തിട്ട് റെറ്റിനോൾ പാൽമിറ്റേറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ എസ്റ്ററിഫൈഡ് ഫോമായിട്ട് തന്നെ സ്റ്റോർ ചെയ്യും. അത് കഴിഞ്ഞ് ഇനി ആവശ്യമുള്ള സമയത്ത് നമുക്ക് അതിൻ്റെ ടാർഗറ്റ് ടിഷ്യൂസിലേക്ക് എത്തിക്കണമല്ലോ. അപ്പോൾ ലിവറിന് റെറ്റിനോൾ ബൈൻഡിങ് പ്രോട്ടീൻ, റെറ്റിനോൾ ബൈൻഡിങ് പ്രോട്ടീൻ ഉണ്ട് ബ്ലഡിൽ. അതിലേക്കാണ് ഈ ട്രാൻസ് റെറ്റിനോൾ ചെയ്യുന്നിട്ട് ബൈൻഡ് ചെയ്യാം. എന്നിട്ടത് ബ്ലഡിലൂടെ തന്നെ ടാർഗറ്റ് ടിഷ്യൂസിലേക്ക് എത്തിക്കും. ടാർഗറ്റ് ടിഷ്യൂസ് ഇതൊക്കെയാണ് എന്ന് വെച്ചാൽ വൈറ്റമിൻ എ എവിടെയൊക്കെ ചെന്ന് ആക്ട് ചെയ്യുക? റെറ്റിനയിൽ ആക്ട് ചെയ്യും, സ്കിന്നിൽ ആക്ട് ചെയ്യും, ഗൊനാഡ്സിൽ ആക്ട് ചെയ്യും, പിന്നെ ബാക്കി കുറച്ച് അതർ ടിഷ്യൂസിലേക്ക്. സോ ഈ ടിഷ്യൂസൊക്കെ എങ്ങനെ എന്ന് വെച്ചാൽ ഈ ട്രാൻസ് റെറ്റിനോളിനെ റിസീവ് ചെയ്യുക? അതിലൊരു പ്രത്യേകതരം റിസപ്റ്റേഴ്സ് ഉണ്ടാവും ഈ ടിഷ്യൂവിൽ. ഈ റിസപ്റ്റേഴ്സാണ് റെറ്റിനോളിനെ ഈ ടാർഗറ്റ് ടിഷ്യൂസിലേക്ക് എൻ്റർ ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ ടാർഗറ്റ് ടിഷ്യൂസിലേക്ക് എൻ്റർ ചെയ്തിട്ട് ഇത് പിന്നെ ഓക്സിഡൈസ് ചെയ്തിട്ട് റെറ്റിനോയിക് ആസിഡാവും. ആ റെറ്റിനോയിക് ആസിഡ് ഈ ടിഷ്യൂവിൻ്റെ ഉള്ളിൽ ഒരു സെല്ലുലാർ റെറ്റിനോയിക് ആസിഡ് ബൈൻഡിങ് പ്രോട്ടീൻ ഉണ്ടെന്ന് CRBP, സെല്ലുലാർ റെറ്റിനോയിക് ആസിഡ് ബൈൻഡിങ് പ്രോട്ടീൻ. റെറ്റിനോൾ ബൈൻഡിങ് പ്രോട്ടീൻ ബ്ലഡിലുള്ളതാണ്. ഇത് സെല്ലുലാർ റെറ്റിനോയിക് ആസിഡ് ബൈൻഡിങ് പ്രോട്ടീൻ. അതുമായിട്ട് റെറ്റിനോയിക് ആസിഡ് ബൈൻഡ് ചെയ്തിട്ട് അത് പിന്നെ നമ്മുടെ DNA-യിലൊരു HRE കോംപ്ലക്സ് ഉണ്ട്. എന്താ ഹോർമോൺ HRE കോംപ്ലക്സ്. ആ കോംപ്ലക്സിലേക്ക് ചെന്നിട്ട് CRP വിത്ത് റെറ്റിനോയിക് ആസിഡ് ബൈൻഡ് ചെയ്യും. അതുവഴി എന്ത് ചെയ്യും? ആവശ്യമുള്ള പ്രോട്ടീൻ ട്രാൻസ്ക്രിപ്ഷനൊക്കെ നടന്നിട്ട് ബയോളജിക്കൽ ആക്ഷൻ ഉണ്ടാവും. സോ നെക്സ്റ്റ് ബയോകെമിക്കൽ റോൾ ഓഫ് വൈറ്റമിൻ എ. നമ്മൾ ഇവിടെ പറഞ്ഞു
ഏതൊക്കെ ടിഷ്യൂവിലെ വൈറ്റമിൻ എ ആക്ട് ചെയ്യുക? റെറ്റിന, സ്കിൻ, ഗോനാഡ്സ് ആൻഡ് അതർ ടിഷ്യൂസ്. റെറ്റിനയിൽ അതിൻ്റെ എന്താ പറയുക യൂസ് എന്താ? ഇറ്റ് ഹെൽപ്സ് ഫോർ ദ വിഷൻ. സോ വിഷ്വൽ അതൊരു വൺ ഓഫ് ദി ബയോകെമിക്കൽ റോൾ ഓഫ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് വാട്സ് വിഷ്വൽ സൈക്കിളാണ്. അടുത്ത റോളുണ്ട്, വേറെ കുറേ റോളുണ്ട്. ജസ്റ്റ് നമുക്ക് ബാക്കിയുള്ള റോൾസ് ഒന്ന് നോക്കാം. അത് ബയോകെമിക്കൽ ഫങ്ഷൻ. ഇപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു വിഷൻ. നെക്സ്റ്റ് ജീൻ റെഗുലേഷനാണ്. അത് റെറ്റിനോയിക് ആസിഡ് ആണ്. ഈ റെറ്റിനോയിക് ആസിഡിന് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ആൻഡ് ഡിഫറൻഷിയേഷൻ ഓഫ് ടിഷ്യൂവിൽ റോളുണ്ട്. പിന്നെ അടുത്ത നമ്മൾ ഇമ്മ്യൂണോളജിക്കൽ സിസ്റ്റത്തിലുണ്ട്, റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുണ്ട്. പിന്നെ ഇതിന് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, സ്കിന്നിൽ ഇഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് വൈറ്റമിൻ എയുടെ ഒരു ഓവറോൾ ബയോകെമിക്കൽ ഫങ്ഷൻസ്. റെറ്റിനയിൽ അത് വിഷന് ഹെൽപ്പ് ചെയ്യുന്നു, സ്കിന്നിൽ അതിന് ഇഫക്റ്റ് ഉണ്ട്, എന്നുവെച്ചാൽ ആക്നെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ റീപ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഗൊനാഡ്സ്. പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, ഇമ്മ്യൂണോളജിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ ഇനി നമുക്ക് ഓരോന്നായി ജസ്റ്റ് നോക്കാം. ഈ ബയോകെമിക്കൽ റോളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് റോൾ ഓഫ് വൈറ്റമിൻ എ ഇൻ വിഷൻ. അതിലൊന്നാണ് വാട്സ് വിഷ്വൽ സൈക്കിൾ. എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു ലൈറ്റ് നമ്മുടെ റെറ്റിനയിൽ എത്തിയിട്ട് അത് ഒരു ഇമ്പൾസ് ജനറേറ്റ് ചെയ്ത് നമുക്ക് വിഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അതിൽ വൈറ്റമിൻ എയുടെ റോൾ. ഇതാണ് വാട്സ് വിഷ്വൽ സൈക്കിൾ നമ്മൾ പറയുന്നത്. സോ നമ്മുടെ വിഷ്വൽ പിഗ്മെൻറ്റ് എന്താവും? നമ്മുടെ റെറ്റിനയിൽ റോഡ്സ് ആൻഡ് കോൺസ് ഉണ്ട്, ഫോട്ടോ റിസപ്റ്റർ സെൽസ്. അതിൽ റോഡ്സാണ് നമ്മുടെ ഏറ്റവും ഫോട്ടോ സെൻസിറ്റീവ് സെൽസ് എന്ന് പറയുന്നത്. അതിലുള്ള പിഗ്മെൻ്റാണ് റോഡോപ്സിൻ. സോ റോഡോപ്സിനിൽ ഓപ്സിൻ എന്നൊരു പ്രോട്ടീൻ പ്ലസ് 11 സിസ് റെറ്റിനാൽ എന്ന് വെച്ചാൽ വൈറ്റമിൻ എൻ്റെ ഒരു ഫോം. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് റോഡോപ്സിൻ ഉണ്ടാകുന്നത്. സോ ലൈറ്റ് വന്നിട്ട് ഈ റോഡോപ്സിൽ ചില കൺഫോർമേഷണൽ ചേഞ്ചസ് ഉണ്ടാകും. അതുവഴി 11 സിസ് റെറ്റിനാൽ ഓൾ ട്രാൻസ് റെറ്റിനാലാവും. ഇങ്ങനെയാണ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്തത്. ഇതൊരു ഓവറോൾ ആക്ഷനാണ്. ഇനി എന്ത് കൺഫോർമേഷൻ ചേഞ്ചാണ് റോഡോപ്സിന് സംഭവിക്കുക നമുക്ക് ജസ്റ്റ് നോക്കാം. സോ റോഡോപ്സിൻ എന്ന് വെച്ചാൽ അതിൽ ഓപ്സിൻ പ്ലസ് 11 സിസ് റെറ്റിനാൽ ഈ ഫോമിലാണ് റോഡോപ്സിൻ ഉള്ളത്. അപ്പം ലൈറ്റ് വരുന്നു എന്ന് വെച്ചാൽ ഒരു ഫോട്ടോൺ വരുന്നു, റോഡോപ്സിൽ ആക്ട് ചെയ്തു. അങ്ങനെ റോഡോപ്സിൻ ബാത്തോ റോഡോപ്സിനാവും. അത് പിന്നെ ലൂമിർ റോഡോപ്സിനാവും. അത് പിന്നെ മെറ്റാറോഡോപ്സിൻ 1 ആൻഡ് മെറ്റാറോഡോപ്സിൻ 2. ജസ്റ്റ് നോക്കിയാൽ മതി. റോഡോപ്സിൻ, ബാത്തോ റോഡോപ്സിൻ BLM ആൽഫബറ്റിക് ഓർഡർ. ബാത്തോ റോഡോപ്സിനാവും, ലൂമിർ റോഡോപ്സിനാവും, മെറ്റാറോഡോപ്സിൻ 1 ദെൻ മെറ്റാറോഡോപ്സിൻ 2. ഈ മെറ്റാറോഡോപ്സിൻ 2 കൂടെ കൺഫോർമേഷണൽ ചേഞ്ചസ് മെറ്റാറോഡോപ്സിൻ 2 എത്തുമ്പോഴേക്കും ഈ ഓപ്സിൻ പ്ലസ് 11 സിസ് റെറ്റിനാൽ ഓപ്സിൻ പ്ലസ് 11 ട്രാൻസ് റെറ്റിനാൽ ആയിട്ടുണ്ടാവും. സോ ഇവിടെ ഈ ഒരു സ്റ്റെപ്പിലാണ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇമ്പൾസ് ജനറേറ്റഡ് ഇൻ റോഡ് സെൽസ് അല്ലെങ്കിൽ ഫോട്ടോ റിസപ്റ്റർ സെൽസ് അല്ലെങ്കിൽ ഗാംഗ്ലിയോൺ സെൽസ്. സോ ഇനി ഇപ്പം ഓപ്സിൻ പ്ലസ് ഓൾ ട്രാൻസ് റെറ്റിനാലായി. അപ്പോൾ ഇനിയിപ്പം ഇങ്ങനെ തന്നെ ഡീജനറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കൺഫോർമേഷണൽ ചേഞ്ച് വന്നാൽ എല്ലാ റോഡോപ്സിനും ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഇനി അടുത്തൊരു ഫോട്ടോൺ വരുമ്പോൾ ഇതേപോലെ കൺഫോർമേഷണൽ ചേഞ്ച് ഉണ്ടാക്കാൻ ആരുണ്ടാവില്ല, റോഡോപ്സ് ഉണ്ടാവില്ല. കാരണം റോഡോപ്സിനൊക്കെ മാറിയപ്പം ജസ്റ്റ് ഓപ്സിനും റെറ്റിനാലും ആയി കഴിഞ്ഞു. സോ ഇനി ഇതിനെ നമുക്ക് റീജനറേറ്റ് ചെയ്യണം റോഡോപ്സിനെ. അപ്പോൾ അതിൻ്റെ സൈക്കിളുണ്ട്. അതിന് മൊത്തത്തിലാണ് നമ്മൾ വാട്സ് വിഷ്വൽ സൈക്കിൾ എന്ന് പറയുന്നത്. കാരണം ലൈറ്റ് വന്ന് കൺഫോർമേഷൻ ചേഞ്ചസ് വന്ന് റോഡോപ്സിനെ തിരിച്ചിങ്ങനെ ഈ 11 സിസ് റെറ്റിനാൽ ഓൾ ട്രാൻസ് റെറ്റിനാലായി. ഇനിയിപ്പോൾ ഈ ഓൾ ട്രാൻസ് റെറ്റിനാൽ തിരിച്ചിങ്ങനെ 11 സിസ് റെറ്റിനാലാക്കാമെന്നും അത് പിന്നെ എങ്ങനെ ഓപ്സിനെ കൂടെ കമ്പൈൻ ചെയ്ത് റോഡോപ്സിൻ റീജനറേറ്റ് ചെയ്യുന്നതാണ് വാട്സ് വിഷ്വൽ സൈക്കിൾ. സോ
ഓൾ ട്രാൻസ് റെറ്റിനാലൈ. ഇത് ഡാർക്കിലാണെങ്കിൽ ഇത് റെറ്റിനയാണ്, റെറ്റിനൽ എപ്പിത്തീലിയമാണ്. ഇത് റെറ്റിനൽ എപ്പിത്തീലിയമാണ്. സോ റെറ്റിനൽ എപ്പിത്തീലിയത്തിൽ വെച്ച് തന്നെ ഈ ട്രാൻസ് റെറ്റിനാലിനെ റെറ്റിനാൽ ഐസോമറേസ്, ഈ റെറ്റിനാൽ ഐസോമറേസ് എന്ന് വെച്ചാൽ ഇവിടെ റെറ്റിനാൽ ട്രാൻസ് ഫോമിന് സിസ് ഫോമിലേക്ക് തിരിച്ചാക്കാൻ റെറ്റിനാൽ ഐസോമറേസ് ഉണ്ട് റെറ്റിനയിൽ. പക്ഷേ അത് ഡാർക്കിലാകുമ്പോൾ പ്ലസ് പ്ലെൻറ്റി അവൈലബിലിറ്റി ഓഫ് വൈറ്റമിൻ എ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ട്രാൻസ് റെറ്റിനാൽ സിസ് റെറ്റിനാലാകും. പക്ഷേ വേറെ ബാക്കിയുള്ള കേസസിൽ ഇതെന്ത് ചെയ്യും, 11 ട്രാൻസ് റെറ്റിനാൽ നേരെ ബ്ലഡിലൂടെ എവിടെ എത്തും, ലിവറിലെത്തും. ലിവറിൽ ഈ ട്രാൻസ് റെറ്റിനാൽ ADH എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ എൻസൈം. ADH എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്. സോ ട്രാൻസ് റെറ്റിനാൽ NADH പ്രസൻസിൽ ADH എന്താക്കും, ട്രാൻസ് റെറ്റിനാലിനെ റെറ്റിനോളാക്കും, റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ട്രാൻസ് റെറ്റിനോളിനെ സിസ് റെറ്റിനോൾ ആക്കുന്ന ആളാണ് ഈ റെറ്റിനോൾ ഐസോമറേസ്. സോ റെറ്റിനാലിനെ ഐസോമറൈസ് ചെയ്യാനുള്ള എൻസൈമുണ്ട്, പക്ഷേ ലിവറിൽ റെറ്റിനോളിനെ ഐസോമറൈസ് ചെയ്യാനുള്ള എൻസൈമേ ഉള്ളൂ. സോ ട്രാൻസ് റെറ്റിനോളിനെ സിസ് റെറ്റിനോളാവും. ആ സിസ് റെറ്റിനോൾ റെറ്റിനോളിനെ വീണ്ടും ADH പ്രസൻസിൽ ഇതിൽ ഓക്സിഡൈസ് ചെയ്തിട്ട് സിസ് റെറ്റിനാലാക്കും. ആ സിസ് റെറ്റിനാൽ ബ്ലഡ് വഴി വീണ്ടും എവിടെ എത്തും, റെറ്റിനയിലെത്തും. സിസ് റെറ്റിനാൽ 11 സിസ് റെറ്റിനാലാവും. ആ 11 സിസ് റെറ്റിനാൽ ഓപ്സിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് റോഡോപ്സിനാവും. സോ ദിസ് ഇസ് എ വാട്സ് വിഷ്വൽ സൈക്കിൾ. ഇനി എങ്ങനെ നമ്മൾ നെർവ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നു നോക്കാം. സോ ഞാൻ പറഞ്ഞു ഇവിടെ മെറ്റാറോഡോപ്സിൻ്റെ ആ ഒരു കൺഫോർമേഷൻ എത്തുമ്പോഴാണ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ റെറ്റിനയിൽ ഈ സെല്ലിൽ അയോൺ ചാനൽസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വോൾട്ടേജ് ഗേറ്റഡ്, ലിഗാൻഡ് ഗേറ്റഡ്. അപ്പം അങ്ങനെ കുറേ ഗേറ്റഡ് ചാനൽസിൽ ഒരു ടൈപ്പ് ചാനലാണ് ജി പ്രോട്ടീൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ റെറ്റിനയിലുള്ള ജി പ്രോട്ടീൻ്റെ പേരെന്താ? റെറ്റിനയിലുള്ള ജി പ്രോട്ടീൻ്റെ പേരാണ് ട്രാൻസ്ഡ്യൂസിൻ. സോ ഈ ജി പ്രോട്ടീൻ ട്രാൻസ്ഡ്യൂസിൻ എന്ന് പറയുന്നത് ഈ ട്രാൻസ്ഡ്യൂസിൻ GDPൻ്റെ ഫോമിലാണുള്ളത്. ട്രാൻസ്ഡ്യൂസിൻ GDPൻ്റെ ഫോമിലാണ് നോർമലായിട്ട് നമ്മുടെ റെറ്റിനയിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്. അത് ഈ ട്രാൻസ്ഡ്യൂസിൻ GDPനെ ട്രാൻസ്ഡ്യൂസിൻ GTP ഒക്കെയാൽ അത് ആക്ടിവേറ്റ് ആവുള്ളൂ. സോ ഈ ജി പ്രോട്ടീൻ GDPനെ എന്ന് വെച്ചാൽ ട്രാൻസ്ഡ്യൂസിൻ GDPനെ GTP ആക്കുകയാണെങ്കിൽ ഒരു ലിഗാൻഡ് അല്ലെങ്കിൽ ഒരു കോമ്പണൻറ്റിന് ഒരു ഫാക്ടറിൻ്റെ ആവശ്യമുണ്ട്. ആ ഫാക്ടറാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് മെറ്റാറോഡോപ്സിൻ 2. നമ്മൾ റോഡോപ്സിൻ്റെ കൺഫർമേഷൻ സംഭവിച്ചിട്ടുണ്ടായത്. സോ മെറ്റാറോഡോപ്സിൻ 2 ആയി കഴിയുമ്പോൾ ഈ ജി പ്രോട്ടീൻ GDPനെ ജി പ്രോട്ടീൻ GTP ആവും.
അങ്ങനെ ഇതെന്ത് ചെയ്യും, ഇതിപ്പോൾ ആക്ടിവേറ്റ് ആയല്ലോ. സോ അത് ഫോസ്ഫോഡൈഎസ്റ്ററേസ് എന്ന് പറഞ്ഞൊരു എൻസൈം ഉണ്ട്. ഫോസ്ഫോഡൈഎസ്റ്ററേസ് PD എന്ന് പറയും. സോ ആക്ടിവേറ്റ് ചെയ്ത ജി പ്രോട്ടീൻ GTP അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസിങ് GTP ഫോസ്ഫോഡൈഎസ്റ്ററേസിനെ ആക്ടിവേറ്റ് ആവും. അത് ചെന്നിട്ട് നമ്മുടെ സെല്ലുലാർ സൈക്ലിക് GMPനെ വെറും GMP ആക്കി മാറ്റും. അങ്ങനെ എന്ന് വെച്ചാൽ ഹൈ ഫോസ്ഫോഡൈഎസ്റ്ററേസ് ആ ബോണ്ടൊക്കെ പൊട്ടിച്ച് സൈക്ലിക് ഫോമിൽ നിന്ന് GMPനെ വെറും സാധാ GMP ആക്കി മാറ്റും. അങ്ങനെ GMP ആക്കുമ്പോൾ ഈ സൈക്ലിക് GMPയുടെ ലെവൽ കുറയുമല്ലോ. അങ്ങനെ ലെവൽ കുറയുമ്പോൾ ഈ റെറ്റിനയിൽ അല്ലെങ്കിൽ ഈ ഫോട്ടോ റിസപ്റ്റർ സെൽസിൽ അല്ലെങ്കിൽ അവിടെയുള്ള ഇമ്പൾസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സെൽസിൽ ഒരു സൈക്ലിക് GMP ഗേറ്റഡ് സോഡിയം ചാനൽസ് ഉണ്ട്. എന്ന് വെച്ചാൽ സൈക്ലിക് GMP ഉണ്ടെങ്കിൽ ആ സോഡിയം ചാനൽസ് ഓപ്പൺ ആയിരിക്കുള്ളൂ. എന്ന് വെച്ചാൽ cyclic GMP helps to keep the cyclic GMP gated sodium channels. Keep the cyclic GMP gated sodium channels in open form. So cyclic GMP ലെവൽ കുറഞ്ഞപ്പോൾ ഈ സൈക്ലിക് GMP ഗേറ്റഡ് സോഡിയം ചാനൽസ് ക്ലോസ് ചെയ്യുമ്പോൾ സോഡിയത്തിനകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ ഹൈപ്പർ പോളറൈസേഷൻ സംഭവിക്കും. അപ്പോൾ അവിടെ ഒരു ഇമ്പൾസ് ചേഞ്ച് ഉണ്ടായി, ജനറേഷൻ ഓഫ് നെർവ് ഇമ്പൾസ്. അത് പിന്നെ ഒപ്റ്റിക് നെർവിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് വിഷ്വൽ സെൻറ്റർ ഓഫ് ബ്രെയിനിലെത്തും. അങ്ങനെ നമുക്ക് വിഷൻ പോസിബിൾ. സോ ഇതാണ് ജനറേഷൻ ഓഫ് ഇമ്പൾസ്. ഇവിടെ ജസ്റ്റ് ആലോചിക്കേണ്ടത് ട്രാൻസ്ഡ്യൂസിൻ എന്ന് പറഞ്ഞൊരു G പ്രോട്ടീൻ ഉണ്ട്. അതിനെ മെറ്ററോഡോപ്സിൻ വന്ന് ആക്ടിവേറ്റ് ആവും. അത് ഫോസ്ഫോഡൈഎസ്റ്ററേസ്. ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇതൊക്കെയാണ്. ഇത് മെറ്ററോഡോപ്സിൻ്റെ ആക്ടിവേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസിങ്, പിന്നെ ആക്ടിവേഷൻ ഓഫ് ഫോസ്ഫോഡൈഎസ്റ്ററേസ്. അത് സൈക്ലിക് GMPൻ്റെ അളവ് കുറയ്ക്കും. അങ്ങനെ ക്ലോഷർ ഓഫ് സൈക്ലിക് GMP ഗേറ്റഡ് സോഡിയം ചാനൽസ്. അങ്ങനെ ഹൈപ്പർ പോളറൈസേഷനിൽ നിന്ന് നെർവ് ഇമ്പൾസിനെ നോട്ട് ചെയ്യും. സോ ദിസ് സിഗ്നൽ ഇസ് ടെർമിനേറ്റ്. ഇനി ഇതെങ്ങനെ തിരിച്ച് ഇപ്പം ആ ഒരു ഇമ്പൾസ് ബ്രെയിനിലെത്തി. ഇനിയിപ്പോൾ തിരിച്ചെങ്ങനെ ഇതിനെ സിഗ്നൽ ടെർമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ the signal is terminated by phosphorylation of serine residue of activated rhodopsin. എന്ന് വെച്ചാൽ റോഡോപ്സിലുള്ള സെറിൻ റെസിഡ്യൂവിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. അങ്ങനെ ഈ മെറ്ററോഡോപ്സിൻ്റെ പ്രൊഡക്ഷൻ കുറയും. സോ റോഡോപ്സിൻ കൈനേസ് വന്നിച്ച് എത്തിയിട്ട് റോഡോപ്സിലെ സെറീനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. അങ്ങനെ ഇതിൻ്റെ സിഗ്നൽ ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ സിഗ്നൽ ട്രാൻസ്മിഷൻ ടെർമിനേറ്റ് ചെയ്യും. അങ്ങനെ ഇത് റോഡോപ്സിൻ ഫോസ്ഫേറ്റ് ആകുമ്പോൾ ഇൻഹിബിറ്ററി പ്രോട്ടീനായ ബീറ്റ അറസ്റ്റിൻ ഓപ്സിൻ കൈനേസ് ബൈൻഡ് ചെയ്തിട്ട് റോഡോപ്സിന് ഓപ്സിൻ പ്ലസ് 11 റെറ്റിനാലിനെ ഓൾട്രാൻസ് റെറ്റിനാൽ ആക്കുമ്പോഴാണല്ലോ ഈ മെറ്ററോഡോപ്സിനൊക്കെ ഉണ്ടാകുന്നത്. സോ അത് തിരിച്ച് പഴയ മാതിരി ഓപ്സിനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് തിരിച്ച് ഇനാക്ടിവേറ്റഡ് റോഡോപ്സിനാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ്. റോഡോപ്സിൻ കൈനേസ് ആദ്യം വരും, റോഡോപ്സിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും, പിന്നെ ഒരു ബീറ്റ അറസ്റ്റിൻ വരും. അത് ചെന്നിട്ട് എന്തായിട്ട് ബൈൻഡ് ചെയ്യും, റോഡോപ്സിനെ ഫോസ്ഫേറ്റായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഇനാക്ടിവേറ്റ് ചെയ്യും. ഇനി എങ്ങനെ തിരിച്ച് ഇപ്പം നമ്മൾ ട്രാൻസ്ഡ്യൂസിന് വന്ന ചേഞ്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനെ തിരിച്ചിങ്ങനെ നോർമലിലേക്ക് എത്തിക്കും. ട്രാൻസ്ഡ്യൂസിങ് GTPനെ ആദ്യം ട്രാൻസ്ഡ്യൂസിങ് GDP ആക്കണമല്ലോ, അതാണല്ലോ
സോ ജി ടി പിന്നെ ഒരു ഇൻട്രൻസിക് ജി ടി പി എസ് ആക്ടിവിറ്റി ഓഫ് ആൽഫ സബ് യൂണിറ്റ് ഉണ്ട്. ട്രാൻസ്ഡ്യൂസിൻ്റെ ആൽഫ സബ് യൂണിറ്റിന് ഒരു ഇൻട്രൻസിക് ജി ടി പി എസ് ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ജി ടി പിന്നെ ഹൈഡ്രോളൈസ് ചെയ്ത് ജി ഡി പി ആക്കും. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, ഫോസ്ഫോഡയസ്റ്ററേസ് ഇനാക്ടിവേറ്റ് ചെയ്യും. അങ്ങനെ ഇനാക്ടിവേറ്റ് ചെയ്യുമ്പം അവിടെയുള്ള ജി ടി പിന്നെ എന്ത് ചെയ്യും, ഗ്വാനൈലേറ്റ് സൈക്ലേസ് വന്ന് സൈക്ലിക് ജി എം പി കുറേ ഉണ്ടാകും. അങ്ങനെ സോഡിയം ചാനൽസ് റീഓപ്പൺ ചെയ്യും. അപ്പോൾ ഹൈപ്പർ പോളറൈസേഷൻ നിൽക്കും, സിഗ്നൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഇമ്പൾസ് പ്രൊഡക്ഷൻ നിൽക്കും. ജസ്റ്റ് ഇതാണ് വിഷൻ. നെക്സ്റ്റ് കുറച്ച് എന്ന് വെച്ചാൽ എങ്ങനെ ജനറേഷൻ ഓഫ് ഇമ്പൾസും വാൾസ് വിഷ്വൽ സൈക്കിളും നന്നായി നോക്കാം. സോ നെക്സ്റ്റ് ഡാർക്ക് അഡാപ്റ്റേഷൻ. ഡാർക്ക് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ നല്ല വെളിച്ചമുള്ള ഒരു ഏരിയയിൽ നിന്ന് ഡാർക്ക് റൂമിലേക്ക് കിടക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് നമുക്ക് ഒന്നും അവിടുത്തെ നമുക്കൊന്നും കാണാൻ പറ്റാത്ത ആ ഒരു അവസ്ഥ, അതാണ് അത് എന്താ അവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ കണ്ണിലുള്ള റോഡ്സ് ഫുള്ളും ആ ബ്രൈറ്റ് ലൈറ്റിൽ ഫുൾ ഡിസോസിയേറ്റഡ് ആയി കിടക്കുക. അപ്പം ഡാർക്കിലേക്ക് എത്തിയപ്പം ഇനി ഡിസോസിയേറ്റ് ചെയ്യാൻ റോഡ്സിലൊന്നും റോഡോപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് കുറച്ച് സമയത്തേക്ക് നമുക്കൊന്നും കാണാതെയാവുക. പിന്നെ പതിയെ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് ആ ഡാർക്ക് അല്ലെങ്കിൽ ആ ഡിം ലൈറ്റിലും നമുക്ക് കുറച്ചൊക്കെ വിസിബിലിറ്റി വരാൻ തുടങ്ങും. സോ അതാണ് ഡാർക്ക് അഡാപ്റ്റേഷൻ. ഇപ്പോൾ ഡാർക്ക് അഡാപ്റ്റേഷൻ ടൈം എന്ന് വെച്ചാൽ എന്താ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ഡാർക്ക് അഡാപ്റ്റേഷൻ ടൈം എന്ന് പറയുന്നത് ഈ നമ്മൾ ബ്രൈറ്റ് ലൈറ്റിൽ നിന്ന് ഡിം ലൈറ്റിലേക്ക് പോയല്ലോ, ഇനി അവിടെ നിന്ന് കുറച്ച് സമയം ഫുൾ ഡിസോസിയേറ്റഡ് ആയി കിടക്കുന്ന ആ റോഡോപ്സിൻ, ബ്രൈറ്റ് ലൈറ്റിൽ ഡിസോസിയേറ്റഡ് ആയ റോഡോപ്സിനെ റീസിന്തസൈസ് ചെയ്തിട്ട് വിഷൻ ഇമ്പ്രൂവ് ചെയ്തെടുക്കാനുള്ള ആ ഒരു ടൈമിനാണ് ഡാർക്ക് അഡാപ്റ്റേഷൻ ടൈം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ബ്രൈറ്റ് ലൈറ്റ് ഡിപ്ലീറ്റ് സ്റ്റോർ ഓഫ് റോഡോപ്സിൻ ഇൻ റൂട്ട്സ്. Therefore, when a person shifts from bright light to a dim light, there is difficulty of seeing. After a few minutes, rhodopsin is resynthesized and vision is improved. This period is called dark adaptation time. So, dark adaptation time എന്ന് പറയുന്നത് increased in vitamin A deficiency. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇത് ഞാൻ നേരത്തെ നമ്മൾ ഇതിൽ പറഞ്ഞിരുന്നു, നമ്മൾ റെറ്റിനാൽ തന്നെ ഡാർക്കിൽ നമുക്ക് ആവശ്യത്തിന് വൈറ്റമിൻ എ സ്റ്റോറേജ് ഉണ്ടെങ്കിൽ നമുക്ക് റെറ്റിനാൽ ഐസോമറീസ് വെച്ചിട്ട് ലെവൻസസ് റെറ്റിനാലൊക്കെ ആക്കിയിട്ട് നമുക്ക് റോഡോപ്സിൻ റീജനറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ആവശ്യത്തിന് വൈറ്റമിൻ എ ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യാം, ലെവൻസസ് റെറ്റിനാലും ഓപ്സിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് റോഡോപ്സിൻ ഉണ്ടാക്കാം. അപ്പോൾ വൈറ്റമിൻ എ കുറയുമ്പോൾ ഈ ഓൾറെഡി ഡിസോസിയേറ്റഡ് ചെയ്ത ഇത്രയും എന്ന് വെച്ചാൽ റോഡോപ്സിൻ തിരിച്ച് റീജനറേറ്റ് ചെയ്ത് ഈ പാത്തയിലൂടെയൊക്കെ കടന്ന് റീജനറേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ള ടൈം എടുക്കും. അപ്പം വൈറ്റമിൻ എ ഇല്ലെങ്കിൽ നമുക്ക് എന്ന് വെച്ചാൽ പുതിയ ഒരു കോമ്പണൻറ്റ് ഇല്ല, റെറ്റിനാലില്ല. സോ ഉള്ള ഡിസോസിയേറ്റ് ചെയ്തത് ഈ പാത്വേയിലൂടെയൊക്കെ കടന്നു പോയിട്ട് തിരിച്ച് റീജനറേറ്റ് ചെയ്ത് എടുക്കാൻ സമയം എടുക്കും. ഏകദേശം നമുക്ക് നോർമലി ഒരു ഡാർക്ക് അഡാപ്റ്റേഷൻ ടൈം എന്ന് പറഞ്ഞാൽ 20 minutes ആണ്. അപ്പം ഇനി വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയും കൂടെ ഉണ്ടെങ്കിൽ ഡാർക്ക് അഡാപ്റ്റേഷൻ ടൈം കൂടും. ഡാർക്ക് അഡാപ്റ്റേഷൻ ടൈം ഇസ് ഇൻക്രീസ്ഡ് ഇൻ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി. നെക്സ്റ്റ് അതർ ബയോകെമിക്കൽ ഫങ്ഷൻസ് ഓഫ് വൈറ്റമിൻ എ. വിഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ്. അടുത്ത ഫങ്ഷനാണ് ജീൻ റെഗുലേഷൻ. നമ്മുടെ ടാർഗറ്റ് ടിഷ്യൂസിൽ വൈറ്റമിൻ എ DNA-യിലുള്ള HRA കോംപ്ലക്സൊക്കെ ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് ജീൻ എക്സ്പ്രഷനും അതുവഴി ബയോളജിക്കൽ ഫങ്ഷനൊക്കെ ഉണ്ടാക്കും നമ്മൾ കണ്ടതാണ്. സോ റെറ്റിനോയിക് ആസിഡ് has a role in regulation of gene expression and differentiation of tissues. പിന്നെ ഓൾ ട്രാൻസ് റെറ്റിനോയിക് ആസിഡും ലെവൻസസ് റെറ്റിനോയിക് ആസിഡ് എന്നൊക്കെ പറയുന്നത് റെറ്റിനോയിക് ആസിഡിന് 2 ഐസോമേഴ്സാണ്. ഇത് സ്റ്റീറോയിഡ് ഹോർമോൺസ് ആയിട്ട് ആക്ട് ചെയ്യും. അതെന്താ, ന്യൂക്ലിയർ ഹോർമോൺസാണ്. എന്ന് വെച്ചാൽ അത് ഡയറക്റ്റായിട്ട് ന്യൂക്ലിയസിലെ റിസപ്റ്ററിന് വന്നിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ഈ റെറ്റിനോയിക് ആസിഡ് റിസപ്റ്ററുമായിട്ട് ചെന്നിട്ട് റെസ്പോൺസ് എലമെൻറ്റ് ഓഫ് DNA ഉണ്ട്, ഹോർമോൺ റെസ്പോൺസ് എലമെൻറ്റ് HRA കോംപ്ലക്സ്. അതുമായിട്ട്
എന്ത് ചെയ്യും, ബൈൻഡ് ചെയ്യും, അങ്ങനെ ബയോളജിക്കൽ ഫങ്ഷൻ നടക്കും. നേരത്തെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെയാണ് ജീൻ റെഗുലേഷൻ്റെ സ്റ്റെപ്പ്. ദെൻ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഇമ്പയർസ് വൈറ്റമിൻ ഫങ്ഷൻ. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഇമ്പയർ വൈറ്റമിൻ ഡി ഫങ്ഷൻ. അതെങ്ങനെയാണ് എന്ന് വെച്ചാൽ ഈ നമ്മുടെ ന്യൂക്ലിയർ റിസപ്റ്റേഴ്സിൽ ന്യൂക്ലിയസിൽ ചില റിസപ്റ്റേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ റെറ്റിനോയിക് ആസിഡിനെ ബൈൻഡ് ചെയ്യാൻ അങ്ങനെയുള്ളൊരു റിസപ്റ്ററാണ് RXR എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ റെറ്റിനോയിക് എക്സ് റിസപ്റ്റേഴ്സ്. അത് മെയിനായിട്ട് ലെവൻസിസ് റെറ്റിനോയിക് ആസിഡിനെ റിസീവ് ചെയ്യാനുള്ള റിസപ്റ്ററാണ്. എന്നാൽ അതിൻ്റെ കൂടെ എന്താ പറയുക, ഈ RXR ഈ റെറ്റിനോയിക് ആസിഡുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താ പറയുക, വൈറ്റമിൻ ഡി റിസപ്റ്ററുമായിട്ട് ഒരു ഡൈമറും കൂടെ ഫോം ചെയ്യും. എന്ന് വെച്ചാൽ ഇപ്പോൾ റെറ്റിനോയിക് ആസിഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിന് RXR കോംപ്ലക്സുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ RXR റിസപ്റ്റർ എന്ത് ചെയ്യും, വൈറ്റമിൻ ഡി റിസപ്റ്ററുമായിട്ട് ഡൈമർ ഫോം ചെയ്യില്ല. അങ്ങനെ ആകുമ്പോൾ വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ ഇംബാലൻസ് ആവും. സോ നെക്സ്റ്റ് ഫങ്ഷൻ പറയുന്നതാണ് ഇമ്മ്യൂണോളജിക്കൽ ഫങ്ഷൻ. എന്ന് വെച്ചാൽ റെറ്റിനോയിക് ആസിഡ് ഇൻഫ്ലുവൻസസ് ദ ഡിഫറൻഷിയേഷൻ ഓഫ് T cells. So together with TGF factor, vitamin A promote the conversion of T cells to regulatory T cells. So T cellsനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ റെറ്റിനോയിക് ആസിഡിന് ഒരു റോളുണ്ട്. സോ കുറേ റെഗുലേറ്ററി സെൽസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ, നമ്മുടെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി കൂടും. സോ ഇനി അടുത്ത ഫങ്ഷനാണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. റെറ്റിനോൾ ആക്ട് ആസ് എ സ്റ്റീറോയിഡ് ഹോർമോൺ ഇൻ കൺട്രോളിങ് ദ എക്സ്പ്രഷൻ ഓഫ് സർട്ടൻ ജീൻസ്. എന്ന് വെച്ചാൽ റെറ്റിനോളും റെറ്റിനോയിക് ആസിഡും ഒക്കെ സ്റ്റീറോയിഡ് ഹോർമോൺസ് ആണല്ലോ. ഈ സ്റ്റീറോയിഡ് ഹോർമോൺസ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എന്ന് വെച്ചാൽ ഈ ന്യൂക്ലിയർ ഹോർമോൺസ് ആയതുകൊണ്ട് ഇത് ഡയറക്റ്റായിട്ട് ന്യൂക്ലിയർ റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്ത് ജീൻ എക്സ്പ്രഷൻ കൂട്ടും. അതുവഴി നമ്മുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സും ബാക്കിയുള്ള ഈ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡക്ഷനും അങ്ങനത്തെ കുറേ ഫങ്ഷൻസിന് ഹെൽപ്പ് ചെയ്യും. സോ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഈ റെറ്റിനോൾ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ദിസ് പ്രോപ്പർട്ടി ഹാസ് ബീൻ ആട്രിബ്യൂട്ടഡ് ടു ദ നാച്ചുറൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഓഫ് കെറോട്ടിനോയിഡ്സ്. ഈ വൈറ്റമിൻ എൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ കെറോട്ടിനോയിഡ്സ് ആണ്. ഈ കെറോട്ടിനോയിഡ്സ് തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. സോ അതിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ എനും ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. സോ ഇത് ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഫ്രീ റാഡിക്കൽസിനൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് ബോഡി ടിഷ്യൂസിന് ഡാമേജിന് പ്രൊട്ടക്റ്റ് ചെയ്യും. ദെൻ ഇഫക്റ്റ് ഓൺ സ്കിൻ. റെറ്റിനോയിക് ആസിഡ് അപ്പിയർ ടു മെയിൻറ്റെയിൻ നോർമൽ സ്കിൻ ഹെൽത്ത്. നോർമൽ സ്കിൻ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് വൈറ്റമിൻ എ ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങനെ വെച്ചാൽ ബൈ സ്വിച്ചിങ് ഓൺ ജീൻസ് ആൻഡ് ഡിഫറൻഷിയേറ്റിംഗ് കെരാട്ടിനോസൈറ്റ്സ് ഇമ്മച്വർ സ്കിൻ സെൽസ് ഇൻ ടു മെച്വർ എപ്പിഡെർമൽ സെൽസ്. ഇമ്മച്വറായിട്ട് നമ്മുടെ സ്കിന്നിലുള്ള കെരാട്ടിനോസൈറ്റ്സിനെ മെച്വർ എപ്പിഡെർമൽ സെൽസ് ആയിട്ട് മാറ്റുന്നതിന് ഈ പറയുന്ന റെറ്റിനോയിക് ആസിഡിന് ഒരു റോളുണ്ട്. സോ അങ്ങനെ മെച്വർ എപ്പിഡെർമൽ സെൽസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി സ്കിൻ കിട്ടും. അല്ലെങ്കിൽ ഈ സ്കിൻ പെട്ടെന്ന് ഈ സ്കിൻ ലീഷൻസ് അല്ലാതെയുള്ള അൺഹെൽത്ത് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ്, സ്കിൻ കണ്ടിന്യൂറ്റിയിൽ വരുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ സ്കിൻ ഡിസീസസ് നമുക്ക് വരും വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയിൽ. സോ അടുത്ത ഡെഫിഷ്യൻസി മാനിഫെസ്റ്റേഷൻ ഓഫ് വൈറ്റമിൻ എ. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതിൽ വരുന്നതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഓർ നിക്ടലോപ്പിയ. അത് നമ്മൾ പറഞ്ഞു വൈറ്റമിൻ എ ഇല്ലെങ്കിൽ നമുക്ക് റോഡോപ്സിൻ അല്ലെങ്കിൽ ലെവൻസിസ് റെറ്റിനാലിൻ്റെ ക്വാണ്ടിറ്റി കുറയും. അങ്ങനെ റോഡോപ്സിൻ ഉണ്ടാവില്ല. സോ ഡാർക്കിൽ ഡിം ലൈറ്റിൽ റോഡോപ്സിൻ ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റില്ല. സോ നൈറ്റ് ബ്ലൈൻഡ്നെസ് വരും വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയിൽ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബീറ്റ്റൂട്ട് സ്പോട്ടാണ്.
ബിറ്റോട്ട് സ്പോട്ട് എന്ന് പറയുന്നത് ഒരു ഗ്രേയിഷ് വൈറ്റ് ട്രയാങ്കിൾ പ്ലാഗ് ഫോർമലി അഡറൈൻ ടു ദ കൺജക്റ്റൈവയാണ്. adherent to the conjunctiva. So ബിറ്റോട്ട് സ്പോട്ട് വരും. ഈ നൈറ്റ് ബ്ലൈൻഡ്നെസ്സും ബിറ്റോട്ട് സ്പോട്ട് വരെ നമുക്ക് ഈ സിംറ്റംസ് കണ്ടു കഴിഞ്ഞാലും നമുക്ക് വൈറ്റമിനെ ആവശ്യത്തിന് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റും ഈ കണ്ടീഷൻ. ബട്ട് ഇനി വരുന്നത് ഇതിൻ്റെയൊക്കെ എക്സ്ട്രീം കേസസ് ആണ്. സോ അടുത്തുനിന്ന് സീറോഫ്താൽമിയ. സീറോഫ് എന്ന് പറഞ്ഞാൽ ഡ്രൈനെസ് നമുക്ക് ആലോചിക്കാം. സോ conjunctiva became dry, thick and wrinkled. Conjunctiva get keratinized and loss of its normal transparency. Keratinized എന്ന് പറഞ്ഞാൽ കെരാറ്റിൻ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അവിടെ തിക്ക് ആ ഒരു ട്രാൻസ്പെറൻറ്റ് വളരെ ഒരു തിൻ ലെയറാണ് ഈ കൺജക്റ്റൈവ. അത് തിക്കായി കഴിഞ്ഞാൽ പിന്നെ അതിൽ കെരാറ്റിനൈസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്പാരൻസി കുറയും. So it became glassy and lusterless due to keratinization of corneal epithelium. അങ്ങനെ ഒരു സ്റ്റേറ്റാണ് സീറോഫ്താൽമിയ എന്ന് പറയുന്നത്. അടുത്ത കെരാറ്റോമലേഷ്യ എന്ന് വെച്ചാൽ മലേക്യ എന്ന് വെച്ചാൽ സോഫ്റ്റനിങ് ഓഫ് കോർണിയ എന്ന് വെച്ചാൽ ഈ കോർണിയൽ എപ്പിത്തീലിയം ഡീജനറേറ്റ് ചെയ്യും, which may get vascularized. Degeneration of corneal epithelium which may get vascularized. Later corneal opacity develop. സോ ഈ കേസിൽ എന്താ കോർണിയൽ എപ്പിത്തീലിയം ഡീജനറേറ്റ് ആവും, അങ്ങോട്ട് കൂടുതൽ വാസ്കുലറൈസേഷൻ സംഭവിക്കും. നോർമലി നമുക്ക് ഈ കോർണിയ എന്ന് പറഞ്ഞാൽ അവസ്കുലറാണ്, വാസ്കുലർ. വാസ്കുലറൈസേഷൻ കൂടെ വന്നാൽ അവിടെ തിക്നെസ് കൂടും, ഡാമേജ് സംഭവിക്കും. അപ്പം കോർണിയൽ ഒപ്പേസിറ്റീസ് വരും. എന്ന് വെച്ചാൽ കോർണിയയിൽ ലൈറ്റിന് നമുക്ക് പാസ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാവും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റബിൾ ബ്ലൈൻഡ്നെസ്. മെയിൻലി ഇതെന്ന് പറയുന്നത് നമ്മുടെ മെയിനായിട്ട് ഇന്ത്യയിലൊക്കെ ഈ അണ്ടർ 5 ചിൽഡ്രനിൽ ബ്ലൈൻഡ്നെസ്സിന് മേജർ കോസ് എന്ന് പറയുന്നത് വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് നമ്മൾ ഇപ്പം എന്താ പറയുക പ്രൊഫൈലാക്സിസ് ആയിട്ട് ഈ 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വൈറ്റമിനെ കൊടുക്കും. പ്രൊഫൈലാക്റ്റിക് ഡോസ് വൈറ്റമിനെ കൊടുക്കും. സോ ഇൻ ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 5 ദ മേജർ കോസ് ഓഫ് ദിസ് ബ്ലൈൻഡ്നെസ് ഇസ് found to be the vitamin A deficiency. So as a preventive cause, the single dose of vitamin A is given as a prophylaxis measure to the children below 1 year age. Next, അപ്പോൾ നമ്മൾ കണ്ണിലുള്ള ഡെഫിഷ്യൻസി മാനിഫെസ്റ്റേഷൻ പഠിച്ചു. ഇനി അടുത്ത സ്കിന്നിൽ മ്യൂക്കസ് മെംബ്രെയിലുള്ള ലീഷൻ. ഫോളിക്കുലർ ഹൈപ്പർ കെരാറ്റോസിസ് റിസൾട്ട് ഇൻ ഹൈപ്പർ കെരാറ്റിനൈസേഷൻ ഓഫ് എപ്പിത്തീലിയം ലൈനിങ് ദ ഫോളിക്കിൾസ്. എന്ന് വെച്ചാൽ ഫോളിക്കുലർ ലൈൻ ചെയ്യുന്ന എപ്പിത്തീലൊക്കെ ഹൈപ്പർ കെരാറ്റിനൈസേഷൻ ആവും. അങ്ങനെ ഫോളിക്കുലർ ഹൈപ്പർ കെരാറ്റോസിസ് വരും. എന്ന് വെച്ചാൽ ഇങ്ങനെ എന്ന് വെച്ചാൽ ഭയങ്കര ഇങ്ങനെ സ്കിന്നിങ്ങനെ ഇറഗുലറും ഭയങ്കര റഫൊക്കെ ആവും. റഫായിട്ട് ഇങ്ങനെ ഈ കുരു പോലെ വരാൻ തുടങ്ങും ഹൈപ്പർ കെരാറ്റോസിസ്. അങ്ങനെ സ്കിൻ ബിക്കംസ് റഫ് ആൻഡ് എപ്പിത്തീലിയം ഇസ് അട്രോഫൈഡ്. എപ്പിത്തീലിയം പിന്നെ നശിക്കാൻ തുടങ്ങും. അതാണ് സ്കിന്നിൽ കോമൺ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ആക്നെ ഈസ് ഫോംഡ് ഡ്യൂ ടു എക്സസീവ് സെബം പ്രൊഡക്ഷൻ ആൻഡ് സെബം ഗ്രോത്ത് ആൻഡ് ഡിഫറൻഷിയേഷൻ. നമുക്കറിയാം മുഖക്കുരു ഒക്കെ വരുന്നത് എന്താ എക്സസീവ് സെബം പ്രൊഡക്ഷനും അതിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡിഫറൻസ് സെബീഷ്യസ് ഗ്ലാൻസിൻ്റെ ഗ്രോത്തും ഡിഫറൻഷിയേഷനും അതുവഴി ഉണ്ടാകുന്ന കുറേ സെബം പ്രൊഡക്ഷനൊക്കെ കാരണമാണ്. അപ്പം നമ്മൾ വൈറ്റമിൻ എൻ്റെ ഒരു ഫോം ഈ 13 സിസ്-റെറ്റിനോയിക് ആസിഡ് എന്ന് വെച്ചാൽ ഐസോടെട്രിനോയിൻ. Isotretinoin, a synthetic variant of vitamin A, is known to reduce the sebaceous secretion. Hence, it is used to prevent acne formation during adolescence. അടുത്തത് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി മാനിഫെസ്റ്റേഷൻ. പക്ഷേ ഞാൻ കോസ് പ്രൈമറി മാനിഫെസ്റ്റേഷൻ
പ്രൈമറി മാനിഫെസ്റ്റേഷൻ മെയിനായിട്ട് നമ്മുടെ ഇൻടേക്ക് കുറയുന്നുണ്ട്. വൈറ്റമിൻ എ നമുക്ക് ഫുഡിലൂടെ നമുക്ക് കിട്ടാതാവുന്ന സമയത്താണ് പ്രൈമറി. സെക്കൻഡറി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് കോസ് ഡിഫക്റ്റീവ് അബ്സോർപ്ഷൻ ഓഫ് ലിപ്പിഡ്സ്. ഈ ജോണ്ടിസ്, ഈ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൽ നമുക്ക് ബൈൽ സെക്രീഷൻ കുറവായിരിക്കും. എന്ന് വെച്ചാൽ ഇൻറ്റസ്റ്റൈനിലുള്ള ബൈലിൻ്റെ അവൈലബിലിറ്റി കുറയും. ഈ ബൈൽ ഉണ്ടെങ്കിൽ നമുക്ക് വൈറ്റമിൻ എ ഒരു ഫാറ്റ് സോളുബിൾ വൈറ്റമിനാണ്. സോ ഈ ബൈൽ സോൾട്ട് അലോങ് വിത്ത് ഈ ഫാറ്റി ആസിഡ്സ് ഒക്കെ ആയിട്ടാണ് ഈ വൈറ്റമിൻ എ നമ്മൾ മ്യൂക്കോസിസ് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുക. സോ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൽ ബൈൽ ഉണ്ടാവില്ല, ബൈൽ സോൾട്ട് ഉണ്ടാവില്ല. സോ വൈറ്റമിൻ എ അബ്സോർപ്ഷൻ കുറയും. അടുത്ത സിറോസിസ് ഓഫ് ലിവർ ലീഡിങ് ടു ഇംപയർഡ് പ്രൊഡക്ഷൻ ഓഫ് റെറ്റിനോൾ ബൈൻഡിങ് പ്രോട്ടീൻ. റെറ്റിനോൾ ബൈൻഡിങ് പ്രോട്ടീന് ബ്ലഡിലുണ്ടെങ്കിൽ ലിവറിന് അത് ടാർഗറ്റ് ടിഷ്യൂസിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറിൽ വെച്ചിട്ടാണ്. അപ്പോൾ സിറോസിസ് ഉണ്ടാകുമ്പോൾ ആർ ബി പിൻ്റെ പ്രൊഡക്ഷൻ കുറയും, റെറ്റിനോളിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഇമ്പയർ ചെയ്യും. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാനുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ബ്ലഡിലുള്ള ആർ ബി പിൻ്റെ കൗണ്ട് നോക്കാമെന്നാണ്. അപ്പോൾ വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയിൽ ഇതിൻ്റെ കൗണ്ട് കുറവായിരിക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രോണിക് നെഫ്രോസിസ് വേർ ആർ ബി പി ആസ് എക്സ്ക്രീറ്റഡ് ത്രൂ യൂറിൻ. ഈ നെഫ്രോസിസിൻ്റെ സമയത്ത് ഈ ബ്ലഡ് പ്രോട്ടീനാണല്ലോ ആർ ബി പി, അത് എക്സസൈസായിട്ട് സെക്രീറ്റ് ചെയ്ത് പോകുമ്പോഴും ബ്ലഡിൽ അതിൻ്റെ അളവ് കുറയും. നെക്സ്റ്റ് ക്രോണിക് ആൽക്കഹോളിസം. ഇതൊക്കെയാണ് സെക്കൻഡറി കോസസ് ഓഫ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി. ജസ്റ്റ് അസസ്മെൻറ്റ് ഓഫ് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. ഒന്ന് ഡാർക്ക് അഡാപ്റ്റേഷൻ ടെസ്റ്റ്. ഡാർക്ക് അഡാപ്റ്റേഷൻ ടൈം പ്രൊലോങ് ചെയ്തുണ്ടോ നോക്കുക. പ്രൊലോങ് ചെയ്തിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ടാവാം. അടുത്ത ആർ ബി പി ലെവൽ ഇൻ സെറം എസ് ഡിക്രീസ്ഡ്. ആർ ബി പിൻ്റെ ലെവൽ കുറവാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയാണ്. പിന്നെ വൈറ്റമിൻ എ ഇൻ സെറം ഡയറക്റ്റ്ലി നമുക്ക് ചെക്ക് ചെയ്യാം. ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി മെഷേർഡ് ബൈ സ്പെക്ട്രോഫോട്ടോമെട്രി. പിന്നെ നോർമൽ ബ്ലഡ് ലെവൽ ഓഫ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് 25 to 50 മൈക്രോഗ്രാം പെർ ഡെസിലിറ്റർ. അപ്പോൾ ഇത് കുറവാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ എ ഡെഫിഷ്യൻ്റ് ആണെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് ഡെയിലി റിക്വയർമെൻറ്റ്. ഡെയിലി റിക്വയർമെൻറ്റ് ഓഫ് വൈറ്റമിൻ എ അത് 750 to 1000 മൈക്രോഗ്രാമാണ്. അഡൾട്ട് മെനിൽ അത് 1000 മൈക്രോഗ്രാം പെർ ഡേ വേണം. അഡൾട്ട് വുമണിൽ 850 മൈക്രോഗ്രാം പെർ ഡേ മതി. അടുത്ത ഇനി നമ്മൾ ഡെഫിഷ്യൻസി പറഞ്ഞു. അപ്പോൾ ഇനി അടുത്ത ഹൈപ്പർ വൈറ്റമിനോസിസ് എ അല്ലെങ്കിൽ ടോക്സിസിറ്റി. വൈറ്റമിൻ എ ടോക്സിസിറ്റി. എക്സസീവ് ഇൻടേക്ക് ഓഫ് വൈറ്റമിൻ എ ക്യാൻ ലീഡ് ടു ടോക്സിസിറ്റി സിൻസ് ദ വൈറ്റമിൻ എ സ്റ്റോർ. വൈറ്റമിൻ എ ഫാറ്റ് സോളുബിൾ വൈറ്റമിനാണ്. അത് നമ്മൾ ബോഡിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് നമ്മൾ എക്സസീവ് ഇൻടേക്ക് ഇതിങ്ങനെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകാത്തതുകൊണ്ട് ഈ നമ്മൾ കഴിക്കുന്ന വൈറ്റമിൻ എ ഒക്കെ ബോഡിയിൽ സ്റ്റോർ ചെയ്യാണ്. അതുകൊണ്ട് തന്നെ എക്സസീവ് ഇൻടേക്ക് എന്ത് ചെയ്യും, അക്യുമുലേഷൻ ഓഫ് വൈറ്റമിൻ എ കോസ് ചെയ്യാം, ടോക്സിസിറ്റി ആവാം. പിന്നെ സിംറ്റംസ് ഇൻക്ലൂഡ് അനോറക്സിയ, ഇറിറ്റബിലിറ്റി, വൊമിറ്റിംഗ്, ഹെഡേക്ക്, ഡ്രോസിനെസ്, ബോണി എക്സോസ്റ്റോസിസ് മേ ഒക്കർ വിത്ത് പെയിൻഫുൾ ബോൺസ്. പിന്നെ സം ഓഫ് ദീസ് സൈൻസ് ആർ ഡ്യൂ ടു ഇൻക്രീസ്ഡ് ഇൻട്രാക്രേനിയൽ ടെൻഷൻ. വൈറ്റമിൻ എ കൂടുമ്പോൾ ഇൻട്രാക്രേനിയൽ ടെൻഷൻ കാരണമാണ് ഹെഡേക്ക്, വൊമിറ്റിംഗ്, ഡ്രോസിനെസ് ഒക്കെ വരും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് വൈറ്റമിൻ എ. ഇതിൽ വൈറ്റമിൻ എ ഉള്ള എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള എന്ന് വെച്ചാൽ ഒന്ന് സോഴ്സസ് ജസ്റ്റ് നോക്കുക. പിന്നെ വാൾസ് വിഷ്വൽ സൈക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ജനറേഷൻ ഓഫ് ഇമ്പൾസ്, ദെൻ ഡാർക്ക് അഡാപ്റ്റേഷൻ, അതിനെങ്ങനെയാണ് വൈറ്റമിൻ എയുടെ എഫക്റ്റ്, പിന്നെ അതർ ബയോകെമിക്കൽ ഫങ്ഷൻസ്. ഇപ്പോൾ ബയോകെമിക്കൽ ഫങ്ഷൻസ് ഓഫ് വൈറ്റമിൻ എ ചോദിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് വാൾസ് വിഷ്വൽ സൈക്കിൾ മാത്രം എഴുതിയാൽ പോരാ. അതിൽ ജീൻ റെഗുലേഷൻ ഉണ്ടാവും, ഇമ്മ്യൂണോളജിക്കൽ സിസ്റ്റത്തിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യും, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ആൻറ്റി ഓക്സിഡൻറ്റ്, എഫക്റ്റ് ഓൺ സ്കിന്നൊക്കെ എഴുതണം. പിന്നെ ഡെഫിഷ്യൻസി മാനിഫെസ്റ്റേഷനാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരിത്. പിന്നെ അതിൽ ജസ്റ്റ് വിത്തൗട്ട് സ്പോട്ടും കെരാട്ടോമലേഷ്യ മാത്രം എഴുതാതെ ഈ നൈറ്റ് ബ്ലൈൻഡ്നസ് ഇതെല്ലാം നോക്കുക. സീറോഫ്താൽമിയ, കെരാട്ടോമലേഷ്യ, പ്രിവെൻറ്റബിൾ ബ്ലൈൻഡ്നസ് പറയാം,
അതിൽ വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് എന്തുകൊണ്ടാണ് ചിൽഡ്രൻ ബിലോ 1 ഇയറിൽ കൊടുക്കുന്നത്, പിന്നെ സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിനിൽ എങ്ങനെ ഫോളിക്കുലർ ഹൈപ്പർകെരാട്ടോസിസ് അങ്ങനെ പറഞ്ഞാൽ മതിയാവും. പിന്നെ ആക്നെ, പിന്നെ അടുത്ത കോസസ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി അങ്ങനെ നമുക്ക് ഓൾറെഡി നോർമലായിട്ട് ഇൻടേക്ക് കുറയുന്നതുകൊണ്ടാണ് ഡെഫിഷ്യൻ്റ് ആകുന്നത്. പിന്നെ എക്സ്ട്രാ പഠിക്കേണ്ടത് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൽ വരാം. പിന്നെ RBPP ഒന്നെങ്കിൽ RBPP ലെവൽ കുറയുന്നത്, പ്രൊഡക്ഷൻ കുറയുന്നത് സിറോസിസിൽ, അല്ലെങ്കിൽ എക്സ്ക്രീഷൻ കൂടുന്നത് ക്രോണിക് നെഫ്രോസിസിൽ അങ്ങനെ. പിന്നെ RDA ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് 750 to 1000. സോ ഇതാണ് ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഓൺ വൈറ്റമിൻ എ. നിങ്ങൾക്ക് എല്ലാവർക്കും hope you all understand the topic. So thank you.